ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപായി അനേകം മിഷണറിമാർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ സുവിശേഷം പങ്കുവയ്ക്കുവാൻ എത്തിയിരുന്നു. ആ കാലങ്ങളിൽ ആസാം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പ്രാകൃതരും ആക്രമണോത്സുകരുമായ നൂറുകണക്കിന് ആദിവാസികൾ ഉൾപ്പെട്ടതായിരുന്നു. കടുത്ത എതിർപ്പുകൾക്കിടയിലും ഇവരുടെ നടുവിലേക്ക് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ എന്ന സംഘടനയിൽ നിന്ന് ഒരു കൂട്ടം മിഷണറിമാർ കടന്നു വന്നു. അവരിൽ ഒരുവന്റെ ആത്മാർത്ഥമായ പ്രയത്നഫലമായി ഗാരോ വർഗത്തിൽപ്പെട്ട നോക്സൺ എന്നു പേരുള്ള ഒരു വ്യക്തിയും തന്റെ ഭാര്യയും 2 മക്കളും ക്രിസ്തീയ വിശ്വാസത്തെ ആലിംഗനം ചെയ്യുവാൻ ഇടയായി. അയാൾ ഭ്രാന്തമായ ആവേശത്തോടെ യേശുവിനെ കുറിച്ച് ഗ്രാമവാസികളോട് പറയുവാൻ തുടങ്ങി. ഒരു പകർച്ചവ്യാധി എന്നതുപോലെ നോക്സങ്ങിലെ വിശ്വാസം ഗ്രാമവാസികളിലേക്ക് പടർന്നു പിടിച്ചു. അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചു. ഇതിനാൽ പ്രകോപിതനായ ഗ്രാമത്തലവൻ നോങ്സിങ്ങിനെയും കുടുംബത്തെയും വിളിച്ചു വരുത്തി അവിടെ സന്നിഹിതരായിരുന്ന ഗ്രാമവാസികളുടെ മുൻപാകെ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ചു. ക്രിസ്തുവിനെ നിഷേധിക്കുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയരാകുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുൻപിലുണ്ടായിരുന്ന വഴികൾ. എന്നാൽ നോക്സിങ്ങിന് തന്റെ പ്രിയ രക്ഷിതാവിനെ, തന്റെ നിത്യജീവന് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ ഗ്രാമത്തലവന്റെ മുൻപാകെ തള്ളിപ്പറുവാൻ മനസ്സുണ്ടായില്ല. തന്നിൽ നിറങ്ങി കവിഞ്ഞ പരിശുദ്ധാത്മ ശക്തിയാൽ ധൈര്യത്തോടെ അവൻ അവർക്ക് മറുപടി നൽകി. ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. I have decided to follow Jesus. 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 No turning back. No turning back. ഇത് കേട്ട് രോഷാകുലനായ ഗ്രാമത്തലവൻ നോക്സങ്ങിന്റെ 2 കുഞ്ഞുങ്ങളെയും അമ്പെയ്ത് വീഴ്ത്തുവാൻ തന്റെ വില്ലാളിയോട് ആജ്ഞാപിച്ചു. ശിക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞുങ്ങളെ കാട്ടിക്കൊണ്ട് ഗ്രാമത്തലവൻ നോക്സങ്ങിനോട് വീണ്ടും ചോദിച്ചു, ഇനിയും നിന്റെ വിശ്വാസം തള്ളിപ്പറയുവാൻ നീ തയ്യാറാണോ? അല്ലെങ്കിൽ നിന്റെ ഭാര്യയെയും നിനക്ക് നഷ്ടമാകും. അപ്പോഴും നോക്സങ് പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ആരും എന്നോടൊപ്പം ചേരുന്നില്ലെങ്കിലും ഞാൻ പിന്തുടരും. Though no one joins me, still I will follow. ക്രോധത്താൽ ഭ്രാന്തനായി ഗ്രാമത്തലവൻ നോക്സങ്ങിന്റെ ഭാര്യയെയും അമ്പെയ്ത് വീഴ്ത്തുവാൻ തന്റെ വില്ലാളിയോട് കൽപ്പിച്ചു. അവസാനമായി താൻ നോക്സങ്ങിനോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരാം. അപ്പോഴും നോക്സങ് പതറിയില്ല. ക്രിസ്തുവിനോടുള്ള തൻ്റെ തീവ്രമായ സ്നേഹം തെളിയിക്കുന്ന മറുപടി ഇങ്ങനെയായിരുന്നു, ക്രൂശ് എൻ്റെ മുൻപിൽ, ലോകം എൻ്റെ പിൻപിൽ, പിന്മാറില്ല ഞാൻ. The cross before me, the world behind me, no turning back. The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back. Oh, no turning back. ഒടുവിൽ നോക്സങ് എന്ന ധീരവിശ്വാസി തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ ഗ്രാമത്തലവന്റെ ക്രൂരമ്പുകളാൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഹൃദയഭേദമായ ഈ സംഭവം അത്യത്ഭുതകരമായ ഒരു വഴിത്തിരിവായി തീർന്നു. നോക്സങ്ങിൻ്റെയും
കുടുംബത്തിൻ്റെയും തീവ്രമായ വിശ്വാസം കണ്ടിട്ട് മുഖ്യൻ അത്ഭുതപ്പെട്ടു. 2000 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരാൾക്ക് വേണ്ടി ഈ മനുഷ്യനും തൻ്റെ ഭാര്യയും മക്കളും എന്തിനാണ് ജീവൻ ത്യജിച്ചത്? ഇവരുടെ വിശ്വാസത്തിന്റെ പിന്നിൽ അസാധാരണമായ ഏതോ ഒരു ശക്തി ഉണ്ടായിരിക്കണം. സകല മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി സ്വയം യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം എനിക്കും രുചിച്ചറിയണം. ഞാനും യേശുക്രിസ്തുവിൻ്റെതാണ്. ഇത് കണ്ട് ഗ്രാമവാസികളും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. നോങ്സങ് എന്ന ക്രിസ്ത്യൻ രക്തസാക്ഷിയുടെ അവസാന വാക്കുകളെ ആസ്പദമാക്കി എഴുതപ്പെട്ടതാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന വിശ്വപ്രസിദ്ധമായ ഇംഗ്ലീഷ് ഗാനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ അത് വളരെ വിളവുണ്ടാകും. നോക്സങ്ങിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിലൂടെ ഈ വാക്കിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ മരണം ക്രിസ്തീയ വിശ്വാസത്തിൽ വലിയൊരു വിളവെടുപ്പിന് കാരണമായി. ഒരു കുടുംബം ക്രിസ്തുവിനായി തങ്ങളുടെ ജീവൻ ത്യജിച്ചപ്പോൾ ഒരു ഗ്രാമം മുഴുവനും തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുവാനിടയായി. നമുക്കും അന്ത്യത്തോളം ക്രിസ്തുവിനായി നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided